ഓരോ 5 വർഷം കൂടുമ്പോഴാണ് നമ്മുടെ രാജ്യത്തും പഞ്ചായത്തിലുമൊക്കെ തിരഞ്ഞെടുപ്പ് വരുന്നത്. ഈ തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഓരോ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ ഒരു തലമുറയിൽ ഏറ്റവും സീനിയറായിട്ട് ആളുകൾ ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു അതേസമയം അവിടെ ജൂനിയേഴ്സ് കയറി വരികയും ചെയ്യും. ഈ കയറി വരുന്ന ജൂനിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പുതിയ വോട്ടർമാരെയും അല്ലെങ്കിൽ കഴിഞ്ഞ ഇലക്ഷൻ വോട്ട് കിട്ടിയവരെയും അങ്ങനെ പറയുന്ന 18 വയസ്സായവരും 23 വയസ്സായവരും 28 ഇങ്ങനെ വരുന്ന ഒരു കേഡർ കയറി വരികയും മറ്റൊരു കേഡർ ഇറങ്ങിപ്പോവുകയും ചെയ്യും. മരണം കൊണ്ടും അസുഖങ്ങൾ കൊണ്ടുമൊക്കെ വോട്ടിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യും, അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ കാണില്ല അവർ. അങ്ങനെ വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ആദ്യകാലത്തിൽ കോൺഗ്രസ് ആയിരുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മഹാത്മാഗാന്ധിയൊക്കെ ആയിരുന്നു എല്ലാവർക്കും വലിയ വേണ്ടപ്പെട്ട പാർട്ടിയും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ആ തലമുറ അങ്ങ് പോയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കായി വലിയ അപ്പർ ഹാൻഡ്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കേഡർ പാർട്ടി പോലെയൊക്കെ വളർന്നു വന്ന് വലിയ പാർട്ടിയായി. പിന്നെ വരുമ്പോഴാണ് BJP ഇപ്പോൾ മറ്റൊരു തരത്തിൽ ഒരു കേഡർ സ്വഭാവത്തിലേക്ക് വളർന്നു വരുന്നത്. ഇത് പറയുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറ്റൊരുപാട് കാര്യങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ച് CPM, SFI മുതൽ CI2 വരെയുള്ള വർഗ ബഹുജന സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ, യുവജന സംഘടനകൾ, മഹിളാ സംഘടനകൾ, ഇങ്ങനെ വലിയ തോതിലാണ് EMSന്റെ ബുദ്ധിയിൽ ഉദിച്ച, അല്ലെങ്കിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ ബുദ്ധിയിൽ ഉദിച്ച വലിയ തോതിലുള്ള വർഗ ബഹുജന സംഘടനാ സിദ്ധാന്തം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പുരോഗമന സാഹിത്യ സംഘം, ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, അങ്ങനെ ആര് വന്നാലും അവർക്കെല്ലാം സ്പേസ് ഉള്ള ഒരു സംവിധാനത്തിലാണ് CPM ഘടകം. അതുപോലെ തന്നെ സൊസൈറ്റികൾ, അമ്പല കമ്മിറ്റികൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, എന്തെടുത്താലും അവിടെ ഒരു CPM ടച്ച് ഉണ്ടായിരിക്കും. അത് നിലനിൽക്കുന്നിടത്തോളം കാലം CPM എന്ന് പറയുന്ന സംവിധാനം തീർച്ചയായും അങ്ങനെ നമുക്ക് എഴുതി തള്ളാൻ കഴിയുകയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളെല്ലാം ബിംബങ്ങളുടെ പിറകെ പോകുന്ന രാഷ്ട്രീയമാണ് ഇന്ത്യയിലുള്ളത്. EMSനെ പോലെയുള്ള ഒരാൾ, ഒരു നമ്പൂതിരി കുടുംബത്തിൽ ജനിച്ച EMS, പൂണൂരിട്ട EMS, പിന്നെ നമ്മുടെ മനയിൽ ജനിച്ചിട്ടുള്ള, പിന്നെ എലകുളം മനയിൽ ജനിച്ചിട്ടുള്ള വലിയ സ്വത്തിനുടമയായിട്ടുള്ള 1000 പറ 2000 പറ നെല്ലൊക്കെ കിട്ടുന്ന സ്വത്തിനുടമയായിട്ടുള്ള EMS ഇറങ്ങി വന്ന് രാഷ്ട്രീയം പറഞ്ഞപ്പോൾ, അത് പാവപ്പെട്ടവന്റെ രാഷ്ട്രീയം പാവപ്പെട്ടവരോട് അവർക്ക് ഗുണമുണ്ടാകും എന്നുള്ള നിലയിൽ രാഷ്ട്രീയം പറഞ്ഞപ്പോൾ അത് കേൾക്കാനൊരു ജനതയുണ്ടായി. അതുപോലെ തന്നെ ജ്യോതി ബസു, ബംഗാളിൽ ജ്യോതി ബസു എന്ന് പറയുന്ന വിദേശത്ത് പോയി പഠിച്ചിട്ട് വന്നിട്ടുള്ള വലിയ രാജകുമാരനെ പോലെയുള്ള ഒരു ബിംബം ഇറങ്ങി പറഞ്ഞപ്പോൾ ജനങ്ങൾ അത് കേൾക്കാനുണ്ടായി. ഗാന്ധിജി ഇറങ്ങി പറഞ്ഞപ്പോൾ ഇന്ത്യൻ ജനത കേൾക്കാനുണ്ടായി. ഇങ്ങനെ ഓരോ വ്യക്തികൾ തന്നെയാണ് രാഷ്ട്രത്തെ പലപ്പോഴും, അല്ല പാർട്ടി ഒന്നിച്ചൊന്നുമല്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കോൺഗ്രസ്. ഒരുപക്ഷെ ഒരു കരിസ്മാറ്റിക് ലീഡർ കോൺഗ്രസിനുണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസ് തന്നെ വീണ്ടും വലിയ രീതിയിൽ വളരുമായിരുന്നു. രാഹുൽ ഗാന്ധി ആ ഒരു കരിസ്മാറ്റിസം ഉള്ള ലീഡർ അല്ല. അതുപോലെ തന്നെ ഇങ്ങനെ ലീഡർമാരെ പരിശോധിക്കുമ്പോൾ നരേന്ദ്രമോദി വലിയ കരിസ്മാറ്റിസമുള്ള BJPക്ക് എടുത്തു കാണിക്കാൻ കഴിയുന്ന, BJPയുടെ ഐക്കണായി തന്നെ നിൽക്കുന്ന നേതാവാണ്. ലോകം മുഴുവൻ മോദിയെ, ആരാധകരും മോദിക്ക് അത് എങ്ങനെ കൊണ്ടുപോകണമെന്ന് നന്നായി അറിയാവുന്ന വ്യക്തിയുമാണ്. ഇവിടെ വരുമ്പോൾ പിണറായി വിജയൻ, നമ്മൾ വരുന്ന കേരളത്തിലേക്കാണ്. കേരളത്തിൽ വരുമ്പോൾ പിണറായി വിജയന്റെ വളരെ വലിയ ഒരു കരിസ്മാറ്റിസം ഇവിടെ കിടപ്പുണ്ട്. എന്തെല്ലാം ഇന്നലെ ഒരു സഖാവാണെന്ന് തോന്നുന്നു എനിക്കൊരു മെസ്സേജ് അയച്ചു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ മിസ്റ്റർ സുഭാഷ്, നിങ്ങളെപ്പോലുള്ള ആളുകൾ ഒരുപാട് ചാനലുകളിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു, എന്തെല്ലാം പറയുമ്പോഴും പിണറായി വിജയനെ തൊടാൻ പറ്റിയിട്ടില്ലല്ലോ. ഇന്ന് തൊടണം എന്നുള്ള ആഗ്രഹത്തിലാണോ പിണറായി വിജയൻ? എത്ര കേസുകൾ അവിടെ EDയും അവരെല്ലാം പോയിട്ട് അദ്ദേഹത്തെ തൊടുന്നില്ല. അതുകൊണ്ട് ജനങ്ങൾ അദ്ദേഹം തെറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നില്ല എന്നാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ, ജനങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, ഞാൻ ഈ പറഞ്ഞൊരു ബിംബാരാധനയുടെ കഥയും കൂടി അതിനകത്തുണ്ട്. തമിഴ്നാട്ടിലാണെങ്കിൽ മുഴുവൻ ബിംബാരാധനയായിരുന്നു. ജയലളിത, സ്റ്റാലിൻ, അതുപോലെ തന്നെ ഇപ്പൊ വരുന്ന വിജയ്, ഉദയനിധി സ്റ്റാലിൻ, MGR, കരുണാനിധി, പിന്നെ അവിടെ എന്താണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം കഴിഞ്ഞതോടുകൂടി എല്ലാ കൃത്യമായി, അതായത് കരുണാനിധിയുടെ രാഷ്ട്രീയം വന്നു തുടങ്ങി, അല്ലെങ്കിൽ MGRന്റെയൊക്കെ രാഷ്ട്രീയം വന്നു തുടങ്ങിയതോടുകൂടി തമിഴ്നാടും ബിംബ അധിഷ്ഠിതത്തിലേക്ക് പോകും. അപ്പോൾ ഇത് വളരെ പ്രധാനമാണ് രാഷ്ട്രീയത്തിൽ. അങ്ങനെ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നമുക്ക് എഴുതി തള്ളാൻ കഴിയില്ല. പ്രത്യേകിച്ച് പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ വലിയ ശക്തിയായി അവർ ഉണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് കാണിക്കുന്നത്, അല്ലെങ്കിൽ പല പ്രവചനങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്, ഒരു എഡ്ജ് മാത്രം UDFന് കിട്ടാൻ സാധ്യതയുണ്ട്. അത് വലിയ വോട്ടായി ഒരുപാട് സീറ്റുകളായി വരാൻ സാധ്യതയില്ല. അപ്പോഴും UDFന് എഡ്ജ് കിട്ടുമ്പോഴും ഇടതുപക്ഷവും CPMഉം ഇവിടെ ശക്തമായി ഉണ്ട്. അത് 2026 ഉണ്ടാകും, 31 36 ഇവിടെ ഉണ്ടാകും. ആ ഉള്ള CPMനെ ഞാൻ ഈ പറഞ്ഞതുപോലെ
ഉള്ളൊരു ബിംബാരാധനയുള്ള നേതാക്കൾ വളരെ വലിയ, പക്ഷേ അതിൻ്റെ കാലവും കൂടി കഴിയുന്നു എന്നുള്ളതാണ് പിണറായിയുടെ കാലം കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്. പിണറായിസം ഉണ്ട്, വി എസ് അച്യുതാനന്ദൻ്റെ ഒരു കരിസ്മാറ്റിസം ഉണ്ടായിരുന്നു, നയനാരുടെ കരിസ്മാറ്റിസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിണറായിയിലേക്ക് വന്നപ്പോൾ അത് കഴിയും. പിണറായി കഴിഞ്ഞാൽ അടുത്ത് ഇത്രയും കരിസ്മാറ്റിസമുള്ള ഒരു നേതാവ് ഉണ്ടോ? ഗോവിന്ദമാഷിനോ അല്ലെങ്കിൽ എം എ ബേബിക്ക് അടക്കമുള്ള ആർക്കും അങ്ങനെ വളർന്നു വരാൻ കഴിയുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ഒരു ഗ്യാപ്പ് തീർച്ചയായിട്ടും BJP നന്നായി പ്രയോജനപ്പെടുത്തും. അവർ മറ്റൊരു തരത്തിലേക്കുള്ള ഒരു കേഡർ സ്വഭാവത്തിലേക്കുള്ള എല്ലായിടത്തും പരക്കുന്ന രീതിയിലുള്ള RSSൻ്റെയും സംഘപരിവാറിൻ്റെയും സംഘടനാ ബലം കൂടി കൊണ്ട് BJP വേറൊരു തലത്തിലേക്ക് പരന്നും ആഴത്തിലുമൊക്കെ വളരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയവും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഞാനീ പറഞ്ഞതുപോലെ എളുപ്പമല്ല കാര്യങ്ങൾ. CPM-നെ പോലുള്ളൊരു പാർട്ടി വളരെ ആഴത്തിലും പരപ്പിലും വേര് പിടിച്ചു കിടക്കുന്നത് ഇങ്ങനെ ഞാൻ പറഞ്ഞ രൂപത്തിലുള്ള വേരാണ് പിടിച്ചു കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് എളുപ്പമല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിനടുത്ത് കളയണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതാണ് യാഥാർത്ഥ്യങ്ങൾ. നമ്മൾ സത്യമായി കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ CPM എന്ന് പറയുന്ന സംവിധാനം ഇവിടെ ഉണ്ട്. അവർ നന്നായി വോട്ട് പിടിക്കും. അവർ ഈ തെരഞ്ഞെടുപ്പിന് നന്നായി വോട്ട് പിടിക്കും. ജില്ലാ പഞ്ചായത്തുകൾ പലതും അവർ പിടിക്കും, കോർപ്പറേഷനുകൾ പിടിക്കും, അതുപോലെ തന്നെ നഗരസഭ മുനിസിപ്പാലിറ്റികൾ പിടിക്കും, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ഗ്രാമപഞ്ചായത്തുകൾ വലിയ തോതിൽ CPM പിടിക്കും. പക്ഷേ അപ്പോഴൊരു അപ്പർ എഡ്ജ്, അങ്ങനെ പറയുമ്പോഴും നമ്പർ വൈസ് ഒരു അപ്പർ എഡ്ജ് UDF-ന് കിട്ടിയാൽ അത്ഭുതമില്ല. പക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇപ്പോഴൊക്കെ നിൽക്കുന്നതനുസരിച്ച് അപ്പർ എഡ്ജ് ഉണ്ട്. പക്ഷെ അപ്പർ എഡ്ജ് എങ്ങനെ പോകുമെന്ന് നമുക്കറിയില്ല. ഇപ്പുറത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കരുണാകരനെയോ ഒരു AK ആന്റണിയെയോ ഒരു ഉമ്മൻചാണ്ടിയെയോ ഇപ്പോഴെടുക്കാനില്ല എന്നുള്ളൊരു പരിമിതി കേരളത്തിലെ കോൺഗ്രസിനുമുണ്ട്. അങ്ങനെ കരിസ്മാറ്റിക് ലീഡർ ആവാൻ കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയം സമ്മതിക്കുന്നില്ല. പണ്ടും ഗ്രൂപ്പ് രാഷ്ട്രീയമുണ്ട്, പക്ഷെ ആ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായി കരിസ്മാറ്റിക് ലീഡർമാർ വളർന്നു വരുമായിരുന്നു. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കരുണാകരൻ ലീഡർ ഒരു കാലഘട്ടത്തിൽ, AK ആന്റണി, ഉമ്മൻചാണ്ടിയെ വരെ ആയപ്പോൾ ആ കഥ കോൺഗ്രസിൽ അവസാനിക്കുകയാണ്. ഇപ്പോൾ സതീശനാണോ, രമേശ് ചെന്നിത്തലയാണോ, സണ്ണി ജോസഫാണോ, കെ സുധാകരനാണോ, മുരളീധരനാണോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ നിൽക്കുന്നത്. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഏത് പാർട്ടി ആയാലും അവിടെ കരിസ്മാറ്റിക്കമുള്ള ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന ലീഡർമാർ വളരെ പ്രധാനമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് CPM-നാണ് അങ്ങനെ ഒരു രാജാവ് ഉള്ളത്. അത് രാജാവ് തന്നെയാണ്, കാരണഭൂതൻ തന്നെയാണ്, ക്യാപ്റ്റൻ തന്നെയാണ്, കപ്പിത്താൻ തന്നെയാണ്. ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഇരട്ടച്ചങ്ക് തന്നെയാണ്. അദ്ദേഹത്തിനെതിരെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെ ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട ഒരു മുഖ്യമന്ത്രി ഇദ്ദേഹം തന്നെയായിരിക്കും. മകൻ എല്ലാ കേസുകളുമുണ്ട്. പക്ഷെ എല്ലാം വന്നിട്ടും ഭൂമിയിൽ എന്തെല്ലാം ചുറ്റുമുള്ളതെല്ലാം കുലുങ്ങിയിട്ടും കുലുങ്ങാത്ത രാജാവിനെ പോലെ അദ്ദേഹം ഇപ്പോഴും 1,10,00,000 പുതിയ കാർ വാങ്ങുന്നു. എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്നുള്ളിടത്താണ് ജ്യോതിഷിമാർ പുതിയ കഥകളുമായി ഇറങ്ങുന്നത്. അത് കഥയായിരിക്കാം, അങ്ങനെ പക്ഷേ ഇറങ്ങുന്നുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ കാണുന്ന രാഷ്ട്രീയമല്ല പൊതു രാഷ്ട്രീയം, നമ്മൾ വിലയിരുത്തുന്നതല്ല പൊതു രാഷ്ട്രീയം എന്നുള്ള ഒരു ചർച്ച കൂടി നമ്മൾ മനസ്സിൽ വെക്കണം. തീർച്ചയായിട്ടും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള വളർച്ചയും സംവിധാനം ഉണ്ടെങ്കിലും നമ്മൾ തുടങ്ങിയിടത്ത് എത്തുന്നു. അതായത് ഈ വയസ്സ് കൂടിയ ആളുകൾ കളമൊഴിയുമ്പോൾ, പുതിയ തലമുറ കയറി വരുമ്പോൾ ഈ പറയുന്ന തത്വാധിഷ്ഠിത രാഷ്ട്രീയമോ ആദർശാധിഷ്ഠിത രാഷ്ട്രീയമോ അല്ലെങ്കിൽ പ്രശ്നാധിഷ്ഠിത രാഷ്ട്രീയമോ ഒന്നുമില്ല. അവിടെ എല്ലാവർക്കും തുല്യമാണ്. അതുകൊണ്ട് കൂടിയാണ് വോട്ടെടുപ്പിന് ആളുകൾ വലിയ തോതിൽ പോകാതിരുന്നത്.